സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഒരു നിമിഷം സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിക്കുകയാണ്. ഈ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന അനേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ചില വിഷയങ്ങളിൽ വല്ലാണ്ട് വിഷമിക്കുന്നവർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നീ ഒരു കാര്യം വിശ്വസിക്കുക, നിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ്. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നലകളെക്കുറിച്ചോ നമ്മുടെ കുറവുകളെക്കുറിച്ചോ നമ്മുടെ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. മറിച്ച് നന്നായി ഉള്ളുരുകി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. ദൈവം ഇടപെടും. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അവിടുന്ന്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിത അവസ്ഥയിൽ കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിക്കാം. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും സംഭവിക്കാൻ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികൾ പൈശാചിക പീഡകളിൽ കഴിയുന്നു, തിന്മയുടെ കെട്ടുകളിൽ കഴിയുന്നു, വല്ലാത്ത വിഷമത്തിൽ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് നിൻ്റെ മേൽ അതിശക്തമായിട്ട് ഇടപെടും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. പ്രത്യേകിച്ച് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തഴക്കദോഷങ്ങളിൽപ്പെട്ട് ആരെങ്കിലും വളരെ വലിയ തകർച്ചയിലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിനക്കൊരു നിയോഗം തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെക്കുറിച്ച് വിഷമിക്കുന്ന ഭാര്യയെ ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടും. ഉത്തരവാദിത്തമില്ലാതെ കുടുംബത്തിൽ അലസമായി കഴിയുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ മക്കളെ ഓർത്തുകൊണ്ട് വല്ലാണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്, പ്രാർത്ഥിച്ചുകൊള്ളുക. ഭാവി ജീവിതത്തെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട്, പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ വല്ലാതെ ഭിന്നിപ്പ്, തകർച്ച, എപ്പോഴും കലഹം, ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ, കരങ്ങൾ ഉയർത്തിക്കോ. കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ വിഷയത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ദൈവം ഇടപെടും. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ ഉണ്ടാവണം. പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ ആ അന്തരീക്ഷത്തിൽ, ആ ദേശത്ത് കർത്താവിൻ്റെ അത്ഭുത ശക്തി കടന്നു വരും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണണം. വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ മനസ്സിൽ കാണണം. ഓ കർത്താവെ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടാൻ കർത്താവ് ഞങ്ങളിതാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥന വഴി നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കരങ്ങൾ ഉയർത്താൻ തയ്യാറാകുന്നവരിലൂടെയാണ് കർത്താവ് ഈ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരിലൂടെയാണ്. നീ കരങ്ങൾ ഉയർത്താനും നിലവിളിക്കാനും യേശുവേ എന്ന് വിളിക്കാനും മനസ്സ് കാണിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിച്ചോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് എല്ലാവരും ഓ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ, മരവിപ്പ് മാറട്ടെ, അസ്വസ്ഥത മാറട്ടെ, ക്ഷീണം മാറട്ടെ, തടസ്സം മാറട്ടെ, പൈശാചിക പീഡകൾ മാറട്ടെ, വെറുപ്പിന്റെ അരൂപി മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ജഡിക പീഡകളുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, തെറ്റായ ജീവിത രീതികളുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് നാവ് തുറന്ന് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളില് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഈശോ കൈകളടിച്ച് കണ്ണുകളടച്ച് വിശ്വസിച്ച് ഇപ്പോൾ തന്നെ യെസ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ വിശ്വസിച്ച് കൈയടിച്ച് പോരാ. നല്ല കൈയടി കൊടുത്തേ കർത്താവിന്.
ആമേൻ. യെസ്. ആശ്വാസദായകനെ, ആമേൻ. ദൈവ ചൈതന്യമേ, അഗ്നിച്ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ദൈവ ചൈതന്യമേ, ആത്മാവേ. ഒരിക്കൽ കൂടെ ചേർന്ന് ആശ്വാസദായകനെ, ആമേൻ. ദൈവ ചൈതന്യമേ, ആത്മാവേ. പഠിക്കേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് പഠിക്കേ. യെസ്. പോരാ, ചേർന്ന് പാടിക്കേ. നിറഞ്ഞിടുക ഹൃദയത്തിൽ. രണ്ടു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ഓ ദൈവത്തിന്റെ ശക്തിയെന്ന് വിളിച്ച്, റൂവായ എലോഹിം, ദൈവത്തിന്റെ ശക്തിയേ, ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ. ദൈവ ചൈതന്യമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ചൈതന്യം നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും നന്നായിട്ട് സ്തുതിക്കട്ടെ. ശക്തമായ കൃപ ചൊരിയപ്പെടുന്നു. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. The mighty power, the mighty anointing ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഭാരം മാറട്ടെ, നിരാശ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, പൈശാചിക ചിന്തകൾ അഴിയപ്പെടട്ടെ, പൈശാചിക അടിമത്തങ്ങൾ അഴിയപ്പെടട്ടെ. യേശു നാമത്തിൽ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കാണപ്പെടുന്ന അടയാളങ്ങൾ സംഭവിക്കപ്പെടട്ടെ. കാണപ്പെടുന്ന അടയാളങ്ങൾ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെയും ശരീരത്തിലേക്ക്, ഓരോ വ്യക്തിയുടെ മനസ്സിലേക്ക്, ഓ കർത്താവേ, ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ഹൃദയഭാരം കർത്താവ് എടുത്ത് മാറ്റുന്നു. കർത്താവ് അനേകരിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഒരു വലിയ ദൈവശക്തി വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ സംഭവിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് നിറയുക. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. വിശ്വസിച്ച് ഈ വരികൾ പാടിക്കേ. വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക. ഓരോ വ്യക്തിയും ചേർന്ന് 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 വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക.
നിറഞ്ഞിടുക. ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ള പരിശുദ്ധ കുർബാനകളുടെ അനന്തയോഗ്യതയോട് ചേർത്ത് വെച്ച് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർന്ന് ഞങ്ങളിതാ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കുന്നു. ഓരോ വ്യക്തിയും സ്വയം വിശ്വസിക്കണം. യെസ്, പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റെടുക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. എൻ്റെ ചിന്തകളും ആലോചനകളും എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. നീ ആരും ആയിക്കൊള്ളട്ടെ, കർത്താവ് വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നു. ചിലരുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലോ, എനിക്കിങ്ങനെ ഒരു പാസ്റ്റ്, ഇന്നലകളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടല്ലോ, ഞാൻ പൊതുമധ്യത്തിൽ നിൽക്കാൻ പോലും അത്ര യോഗ്യയായിട്ടുള്ള വ്യക്തിയല്ലല്ലോ എന്നിങ്ങനെ തലയ്ക്കകത്ത് തെറ്റായ ചിന്തയുണ്ട്. എന്നാൽ ആ ചിന്തകളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുകയാണ്. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയുന്നു. ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. യെസ്, ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇതെൻ്റെ ഉള്ളിൽ സംഭവിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. വിശ്വസിച്ച് നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക. നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക. എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞ് ആമേൻ, 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 ആമേൻ. നന്നായിട്ടൊന്ന് കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞേ. പോരാ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടൊരു സന്തോഷകരമായൊരു കാര്യം പറയട്ടെ. അതായത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് കൃത്യമായ ഉത്തരം നൽകുന്നു. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വലതുകര ഉയർത്തിപ്പിടിച്ചോ, ഇടതുകര നെഞ്ചോട് ചേർത്തേ. ഞാനൊരു വചനം പറയുമ്പോൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. ജെറമിയ പ്രവചനം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ആമേൻ, 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 ആമേൻ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോ, വചനമേറ്റു പറഞ്ഞു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ആ രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചേ. കണ്ണടച്ചോ, ഏറ്റുപറ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും, ചെയ്തു തരും, ചെയ്തു തരും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ വീട്ടിൽ ദൈവം ഇടപെടട്ടെ, ഇടപെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രണ്ട് കരങ്ങളും കൂപ്പി പിടിച്ചാലോ? കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. മർക്കോസ് വിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും
ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവേ, കർത്താവേ, നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന വിഷയം, ആ വിഷയം ഒന്ന് മനസ്സിലോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലര് പ്രാർത്ഥിച്ച് മടുത്തവരുണ്ട്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നുണ്ട്. നിരാശപ്പെട്ടവരുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ കാണണം. മർക്കോസ് വിശേഷം 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അങ്ങനെ തന്നെ വചനം പറഞ്ഞിരിക്കുന്നു. എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വചനത്തിന്റെ ശക്തിയാൽ, ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന്റെ ശക്തിയാൽ, ഈ നിയോഗത്തിൽ എന്റെ ദൈവം ഇടപെടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ ബന്ധങ്ങളിൽ, നമ്മുടെ പല ബന്ധങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂടെ പഠിച്ചവര്, നമ്മുടെ ഇടവകയിലുള്ളവര്, നമ്മുടെ പല മേഖലയിൽ ജോലി സ്ഥലത്തുള്ള കൂട്ടുകെട്ട്, അങ്ങനെ പല ബന്ധങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് മനസ്സിലോർക്കുക. ഏതെങ്കിലും ബന്ധങ്ങളിൽ ഭാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പക്ഷേ ചിലരുടെ ഉള്ളിൽ ചില ഭാരങ്ങളുണ്ട്. ഇന്ന ബന്ധത്തിൽ ഇന്ന വ്യക്തിയെ ഒത്തിരി സ്നേഹിച്ചു, പക്ഷെ തിരിച്ചു കിട്ടിയത് മുഴുവൻ നഷ്ടവും സങ്കടവുമാണ്. അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടല്ലോ, പ്രാർത്ഥിച്ചോ. അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഒത്തിരി ഞാൻ സഹായം ചെയ്തു, പക്ഷെ തിരിച്ചൊന്നും കിട്ടിയില്ല. ഇയാൾ എന്നെ ചതിച്ചു, ഇയാൾ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു, തലയ്ക്കകത്ത് ഭയങ്കര വിഷമം. ഫിലിപ്പി ലേഖനം 4:6 ഒന്നിനും കൂടെ ഏറ്റു പറഞ്ഞ്, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അല്പം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ, ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് ഏറ്റു പറഞ്ഞ സങ്കീർത്തനം 34:17 വചനം, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കട്ടെ. എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ നീങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നു. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്നുള്ള വചനം ഇതാ പഠിപ്പിക്കുമ്പോൾ, ദിനവൃത്താന്തം 2:7-14, ബുക്ക് ഓഫ് ക്രോണിക്കൽസ് 2nd ബുക്ക് ചാപ്റ്റർ 7 വേഴ്സ് 14 ഒച്ചത്തി പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഈ വചനം എന്നിലും എന്റെ കുടുംബത്തിലും സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെറ്റിയിലൊന്ന് കുരിശടയാളം വരച്ച് ഈ പറഞ്ഞ വചനങ്ങളെല്ലാം എന്നിൽ സംഭവിക്കട്ടെ എന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം, സ്വസ്ഥമായിട്ട് ഇരിക്കുക.
നമ്മുടെ ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് ചില ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സന്തോഷകരമായ കാര്യമാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഓർത്തോർത്ത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏത് തരത്തിലുള്ള പ്രാർത്ഥനാദികളാണെങ്കിലും പലതരത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിശ്വസിച്ചു കൊള്ളണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയാണോ? അല്ല. ഇവിടെ വന്നിരുന്ന് ഈശോയെ എന്ന് വിളിക്കുന്നത് വെറുതെയാണോ? അല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും ഇത് ഒരു ഭക്ത അഭ്യാസമല്ല, മറിച്ച് റിസൾട്ടുള്ള കാര്യമാണ്. റിസൾട്ടുള്ള കാര്യമാണ്, ഉത്തരമുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തിക്ക് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ വചനം ഹൃദയത്തിൽ വിശ്വസിച്ചു കൊള്ളുക. കർത്താവേ, ഞാനിത് ഏറ്റെടുക്കുകയാണ്. ദൈവമേ, ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാരാധനയുടെ സമയം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. എന്തിനു വേണ്ടിയാണ് നീ ഇപ്പോൾ ഈ അൾത്താരയുടെ മുമ്പിൽ ആയിരിക്കുന്നത്? അങ്ങ് ദൂരങ്ങളിലൊക്കെ ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, സാധിക്കുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ ദീപികാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കോളൂ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 1 യോഹന്നാൻ 5:14 അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. കർത്താവേ, ഞങ്ങളിതാ വിശ്വസിച്ച് ഏറ്റെടുക്കും. നാം ചോദിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. അടഞ്ഞ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്റെ പ്രാർത്ഥന വഴിയായി ദൈവം ചില കാര്യങ്ങൾ പണിതുയർത്തും. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ഉള്ളിൽ അതിശക്തമായ സ്വർഗത്തിൻ്റെ ആനന്ദം സംഭവിക്കപ്പെടും. കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ചില നിയോഗങ്ങൾ, ഇന്ന വിഷയം, ഇന്ന വ്യക്തി, ഇന്ന കാര്യം മനസ്സിൽ തെളിഞ്ഞു വരും. ഓരോരുത്തരും ആ നിയോഗങ്ങൾ ഓർക്കുക, സമർപ്പിക്കുക. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെയല്ല, മറിച്ച് നിയോഗങ്ങൾ വെച്ചുകൊണ്ടാണ്. അങ്ങ് ഇടപെടണമേ, അതിശക്തമായി അങ്ങ് ഇടപെടണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് സംഭവിക്കപ്പെടട്ടെ. വിശ്വസിക്കുക. ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന
ആരാധന